ഹലോ മക്കളെ, അപ്പോൾ എടാ നിങ്ങൾ എല്ലാവരുടെയും 6ാം ക്ലാസ്സിലൊക്കെ എത്തിയല്ലേ. സോ UP സ്കൂളിൽ എന്താ പറയുക, അത്യാവശ്യം വലിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങളെത്തി. നെക്സ്റ്റ് ഇയർ യു ആർ ഗോയിങ് ടു 7th സ്റ്റാൻഡേർഡ്. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ലാംഗ്വേജ്, എസ്പെഷ്യലി മീൻസ് ഇംഗ്ലീഷിനെ കുറിച്ച് സംസാരിക്കാം. നമ്മൾ അതിൻ്റെ ബേസ് കാര്യങ്ങളൊക്കെ എന്താണ് സെറ്റ് ചെയ്യേണ്ട സമയമായാലേ. നമുക്ക് ഇംഗ്ലീഷിൽ ഇങ്ങനെ സംസാരിച്ചൊക്കെ പോവാം, പക്ഷേ നമുക്ക് എപ്പോഴും എന്തുണ്ടാവും, പലപ്പോഴായിട്ട് മിസ്റ്റേക്സ് ഉണ്ടാകും. അപ്പോൾ മിസ് പറഞ്ഞു വരുന്നത് ഗ്രാമറിനെ കുറിച്ചാണ്. എൻ്റെ അടുത്ത് എല്ലാവരും പറയും, മിസ്സേ ഗ്രാമർ മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ എഴുതുമ്പോൾ തെറ്റിപ്പോകുന്നു, സംസാരിക്കുമ്പോൾ മിസ്സേ തെറ്റിപ്പോകുന്നു എന്നുള്ളത് നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നൊക്കെയുണ്ട്. നിങ്ങൾ കേട്ടിട്ടും നിങ്ങൾ വായിച്ചിട്ടും ഒക്കെ എന്തുകൊണ്ടാണ് ഗ്രാമറിന് പലപ്പോഴും മിസ്റ്റേക്സ് വരുന്നത്? നമ്മൾ വായിക്കുമ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവും, നമ്മൾ കേൾക്കുമ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ ലാംഗ്വേജ് ഫ്ലുവൻസി കൂടും, നമ്മുടെ വൊക്കാബുലറി ഒക്കെ കൂടും. ബട്ട് when it comes about grammar, നമ്മൾ ഗ്രാമറിനെ കുറിച്ച് പഠിക്കുമ്പോൾ എന്ത് ചെയ്യണോ, we need to learn the proper rules. നമ്മൾ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള റൂൾസ് പഠിക്കണം. അതിന് ബേസിക്സ് ഉണ്ട്, അത് നമ്മൾ ശരിക്കും എന്ത് ചെയ്യണം, അങ്ങനെ തന്നെ നമ്മൾ പഠിക്കണം. കാരണം മിസ് ഇപ്പോൾ ഇത് പറയുന്നത് ഞാൻ പറഞ്ഞു, നിങ്ങൾ അടുത്ത വർഷം എന്താണ് കുറേ കൂടി വലിയ ക്ലാസ്സിലേക്ക് പോവുകയാണല്ലേ. ഇപ്പോൾ എൻ്റെ അടുത്ത് ചില കുഞ്ഞുങ്ങൾ സംശയിക്കും, മിസ്സേ നമ്മൾ ഐ ഡോണ്ട് എന്ന് പറയുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് ഷീ ഡോണ്ട് എന്ന് പറയാത്തത്, അതെന്താ അവിടെയുള്ള കറക്ഷൻ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഐ ഡോണ്ട് എന്നുള്ളത് ശരിയും ഷീ ഡോണ്ട് എന്നുള്ളത് തെറ്റുമായിട്ട് വരുന്നത്? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെയൊക്കെ ബാക്കിൽ എന്തുണ്ടാവും, പ്രോപ്പറായിട്ടുള്ള ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട റൂൾസ് ഉണ്ട്, ഒരു സ്ട്രക്ചർ ഉണ്ട് നമ്മൾ സെൻറ്റൻസ് എഴുതുമ്പോൾ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട്, വളരെ സിമ്പിളായിട്ട്, നിങ്ങൾക്ക് ഒരു ഡിഫിക്കൽട്ടി ഇല്ലാതെ നിങ്ങൾക്ക് ലാംഗ്വേജും അതേപോലെ നിങ്ങളുടെ ഗ്രാമറൊക്കെ ബേസ് സെറ്റ് ആക്കണമെങ്കിൽ ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാണ് നമ്മുടെ സൈലത്തിൻ്റെ വജ്ര ബാച്ചിലേക്ക്. ഓക്കെ, എന്താണ് വജ്ര ബാച്ച്? നമ്മുടെ സൈലത്തിൻ്റെ 6ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബാച്ചാണ് വജ്ര ബാച്ച്. എന്താണ് നമ്മുടെ ബാച്ചിൻ്റെ പ്രത്യേകത? എന്താണ് വജ്ര ബാച്ച് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പേര് പോലെ തന്നെ നമ്മുടെ ആപ്പിൽ എന്തൊക്കെയുണ്ട്, നിങ്ങൾക്ക് ഡെയിലി നമ്മുടെ ലൈവ് ക്ലാസ്സസ് ഉണ്ട്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ കംപ്ലീറ്റ് ടെക്സ്റ്റ് ബുക്കും എന്താണ് ഓൾറെഡി നമ്മുടെ ആപ്പിൽ റെക്കോർഡഡ് ആണ്. അതിന് പുറമെ എന്തുണ്ട്, നമുക്ക് പ്രോപ്പറായിട്ട് നമ്മൾ ഓരോ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിൻ്റെ എക്സാംസ് ഉണ്ട്. ആഫ്റ്റർ ദാറ്റ് നമുക്ക് എന്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ബേസിക് ആയിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ അതിൽ റെക്കോർഡഡ് ആണ്. ഇനി നമ്മുടെ ക്വാർട്ടർലി, ഹാഫ് ഇയർലി, നമ്മുടെ ഫൈനൽ എക്സാം പോലെ മോഡൽ എക്സാംസ് ഉണ്ട്, PYQ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, സാമ്പിൾ മെറ്റീരിയൽസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമ്മുടെ വജ്ര ബാച്ചിലുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. കൂടുതൽ കാര്യങ്ങൾ, എങ്ങനെയാണ് നിങ്ങൾ വജ്ര ബാച്ച് സെലക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത് എന്നൊക്കെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അറിയാൻ പറ്റും. See you there in Vajra app.